ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ ഫസ്റ്റ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അത് കമ്പ്യൂട്ടർ യൂസറിന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ്വെയർ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇനി അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പെർട്ടിക്കുലർ യൂസറിന് വേണ്ടിയിട്ട് ആ യൂസറിന്റെ എന്തെങ്കിലും അപ്ലിക്കേഷൻസ് ഒക്കെ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയറിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലാക്കുന്നത് എന്താണ്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായി വരുന്ന സോഫ്റ്റ്വെയറുകൾ നമ്മൾ എന്ത് പറയാം? സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയർ. അത്തരത്തിലൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ പിക്ചർ നോക്കുക. ഇവിടെ യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തി, അതാണ് യൂസർ എന്ന് പറയുന്നത്. യൂസറിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലിക്കേഷൻ. അപ്പൊ യൂസർ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പം വേർഡ് ആവാം, പവർ പോയിന്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യാവാം, എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി മാത്രമേ അതിന് എന്ത് ചെയ്യുള്ളൂ? ഹാർഡ്വെയറിനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുള്ളൂ. അതായത് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു മൗസ് ഇവിടെ അങ്ങനെ എൻ്റെ കൈ കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ ഈ കേഴ്സർ അതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കേഴ്സർ മൂവ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ യൂസറും ഈ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ, ഇപ്പോൾ മൗസ് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആണ്, അല്ലെങ്കിൽ കീബോർഡ്, ഞാൻ എന്തെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളൊരു വേർഡ് എടുത്തിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാണ്. അപ്പം ആ ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് എൻ്റെ സിസ്റ്റത്തിലെ കീബോർഡിൽ നിന്ന് എ എന്നുള്ളൊരു കീ പ്രസ് ചെയ്തു. അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതായത് യൂസറും ഹാർഡ്വെയറും, യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന യൂസറും, ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടറിൻ്റെ പല ഭാഗങ്ങൾ, കീബോർഡ് ആവാം, മൗസ് ആവാം, നമ്മൾ പഠിച്ച പ്രൊസസ്സർ ആവാം, ഇൻപുട്ട് ഡിവൈസ് ആവാം, ഔട്ട്പുട്ട് ഡിവൈസ് ആവാം. ഇവ തമ്മിലുള്ള ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, operating system is a system software which is an interface between a computer user and a computer hardware. കമ്പ്യൂട്ടർ യൂസറിന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കമ്പ്യൂട്ടറിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് പവർ ഓൺ ആക്കി, അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്താവില്ല? അത് കറക്റ്റ് ഓൺ ആവില്ല, നമുക്കതിലെ സ്ക്രീനൊന്നും വിസിബിൾ ആവില്ല. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ യൂസറും ഹാർഡ്വെയറും തമ്മിലുള്ള ആ ഒരു ഇന്റർഫേസ്. ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു മൗസ് മൂവ് ചെയ്യുമ്പോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. അതാണ് അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സിസ്റ്റം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അത് ഒരു യൂസറിന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്തിനായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏതാ? കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷ ഏതാ? ബൈനറി ലാംഗ്വേജ് അല്ലെ? സീറോസും വൺസും മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ബൈനറി ലാംഗ്വേജ് ആണോ?
അല്ല. നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെ. ഇപ്പൊ നിങ്ങളിപ്പോൾ കാൽക്കുലേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങളാവും കൊടുക്കുക. അപ്പൊ ഈ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന്റെ മനസ്സിലാവുന്ന രീതിയിലുള്ള ബൈനറി ലാംഗ്വേജിലെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് കറക്റ്റ് മനസ്സിലാക്കി അതിന് തിരിച്ചുള്ള ഔട്ട്പുട്ടും നമുക്ക് തിരിച്ചു തരുന്നതും ആരാണ്? ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കൊരു മലയാളം ലാംഗ്വേജ് അറിയാം. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ആളിപ്പോൾ ജപ്പാനിലാന്ന് വിചാരിച്ചു. അപ്പൊ ആൾക്കറിയുന്ന ലാംഗ്വേജ് എന്താണ്? ജാപ്പനീസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവര് തമ്മിൽ ഈ മലയാളം അറിയുന്ന നമുക്ക് ജാപ്പനീസ് അറിയില്ല, ജാപ്പനീസ് അറിയുന്ന ഇയാൾക്ക് മലയാളം അറിയില്ല. ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവോ? പോസിബിൾ ആവോ? ഇല്ല. ഇല്ല. അപ്പൊ അവരുടെ ഇടയിൽ ഇപ്പൊ ഒരു ഇന്റർഫേസ് ആയിട്ട് വേറെ ഒരാൾ വന്ന് വിചാരിച്ചു. അയാൾക്ക് മലയാളവും അറിയാം, ജാപ്പനീസും അറിയാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവോ? പോസിബിൾ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ഈ മലയാളത്തിൽ ഈ ഇന്റർമീഡിയേറ്റർക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അയാൾ അതിന് ജാപ്പനീസ് ആക്കിയിട്ട് ഈ ജാപ്പനീസ് ലാംഗ്വേജിൽ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും. തിരിച്ച് ഇയാൾ ജാപ്പനീസിൽ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കും. ഇയാൾ അതെന്ത് തിരിച്ച് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഈ മലയാളിക്കും പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവ തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആ രണ്ട് ലാംഗ്വേജും അറിയുന്ന ആൾ. അതുപോലെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നത്. യൂസറും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്? കമ്പ്യൂട്ടർ യൂസറും അതിന്റെ ഹാർഡ്വെയറും തമ്മിൽ ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ എല്ലാ ബേസിക് ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അതായത് ഇപ്പം അതിൽ നമുക്കൊരു ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ് മാനേജ്മെന്റ്, എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയട്ടാം. ഇൻപുട്ട് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുക, പിന്നെ പെരിഫറൽ ഡിവൈസ് അതായത് ഡിസ്ക് ഡ്രൈവുകൾ, പ്രിന്റർ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, നമ്മൾ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഒന്ന് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, iOS, ആൻഡ്രോയിഡ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? ലിനക്സ്? വിൻഡോസ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ സാധാരണ ഡെസ്ക്ടോപ്പിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ്. ലിനക്സ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇനി iOS കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് ഏതിൽ യൂസ് ചെയ്യുന്നതാണ് iOS? അറിയോ? ആപ്പിളിന്റെ ഫോണുകളിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് iOS. ആൻഡ്രോയിഡ് കേട്ടിട്ടുണ്ടോ? ആൻഡ്രോയിഡ് എവിടെ യൂസ് ചെയ്യാ? ആൻഡ്രോയിഡ് ഫോണ് നമ്മുടെ സാംസങ് ഉള്ള ഫോണുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്: ലിനക്സ്, വിൻഡോസ്, iOS, ആൻഡ്രോയിഡ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ യൂസറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി OSന്റെ ഒരു മെയിൻ ഫംഗ്ഷനാണ് ഒരു റിസോഴ്സ് മാനേജറായിട്ട് ഇത് ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു റിസോഴ്സ് മാനേജറായിട്ട് ആക്ട് ചെയ്യും. ഇനി എന്താണ് ഒരു റിസോഴ്സ് മാനേജർ എന്ന് നോക്കാം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ യൂസറിന്റെ എല്ലാ പ്രോഗ്രാംസിനും എക്സിക്യൂട്ട് ചെയ്യുന്നു. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വേർഡ് എടുത്തു, ആ വേർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആ ടൈപ്പ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുന്നതും അതിൻ്റെ എക്സിക്യൂഷനും എല്ലാം അതിൻ്റെ റിസോഴ്സുകൾ, അതിന് എത്രത്തോളം മെമ്മറി വേണം, ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ അതെല്ലാം മോണിറ്റർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ CPU, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയുക? ഒരു കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ നിങ്ങൾ വേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പവർ പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പിംഗ് പഠിക്കുകയാണ്, അതിനൊക്കെ നമുക്ക് ഓരോ പ്രോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഒക്കെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എല്ലാം ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്.
ഓക്കെ. അതുപോലെ അതിൻ്റെ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, ഇതെല്ലാം ഇത് ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം എന്ത് ചെയ്യണത്, മാനേജ് ചെയ്യണത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓക്കെ. ഇനി ഒരു മൾട്ടി യൂസർ സിസ്റ്റത്തിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് അതായത് ഇപ്പോൾ ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരേ സമയം ഒരുപാട് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നിങ്ങൾ ചിലപ്പോൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ? അത് ടൈപ്പിംഗ് ചെയ്യുന്നത് നിങ്ങളൊരു പ്രോഗ്രാം വെച്ചിട്ടാണ്, നിങ്ങൾ പാട്ട് കേൾക്കുന്നത് വേറൊരു പ്രോഗ്രാമാണ്. അപ്പം ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് വരുമ്പോൾ അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള റിസോഴ്സുകളെല്ലാം അവൈലബിൾ ആക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. അതായത് നമ്മൾ ഒരേ സമയം പല പല പ്രോഗ്രാംസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഏത് സമയത്ത് ഏത് വർക്ക് ചെയ്യണം, അതായത് അത് മിനിമൈസ് ചെയ്യുമ്പോൾ അടുത്ത ടാബ് വരണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ വരും. ഇനി മെയിനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിൽ വരുന്നതാണ് പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ സിസ്റ്റം മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, യൂസർ ഇൻ്റർഫേസ്, സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ, നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ്, ആൻഡ് അപ്ഡേറ്റ്സ് ആൻഡ് മെയിൻ്റനൻസ്. ഇത് ഓരോന്നിൻ്റെ പേര് നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കട്ടോ. സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് എഴുതണം, അതിൻ്റെ ഫങ്ഷൻസും കറക്റ്റ് എഴുതണം. ഓക്കെ. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് പ്രോസസ് മാനേജ്മെന്റ്. പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രോസസ്സ് എന്ന് പറയാം. അതായത് നിങ്ങളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്തു, മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ വേർഡ് എന്താണ്, ഒരു പ്രോസസ്സായി മാറിക്കഴിഞ്ഞു. ഓക്കെ. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കമ്പ്യൂട്ടറിലുള്ള എല്ലാ ഫയലുകളും പെർമനന്റ് ആയിട്ട് എവിടെ സ്റ്റോർ ചെയ്യുക, പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്യല്? ഏത് മെമ്മറിയിലാ? പ്രൈമറി ആണോ സെക്കൻഡറി ആണോ? സെക്കൻഡറി മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ, അപ്പോൾ നമ്മൾ പ്രോഗ്രാം സിസ്റ്റം ഓൺ ആക്കി നിങ്ങളിപ്പോൾ ഒരു വേർഡിൻ്റെ ഒരു പ്രോഗ്രാം നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, അത് സെക്കൻഡറി മെമ്മറിയിൽ നിന്നും അതിനെ നേരെ എങ്ങോട്ട് കൊണ്ടുവരുന്നു, പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രൈമറി മെമ്മറിയിൽ വെച്ചിട്ടാണ് എല്ലാ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ റണ്ണിങ് പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് പ്രോസസ്. അതായത് സെക്കൻഡറി മെമ്മറിയിലുള്ള ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഇവിടെ ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് അതിനെ പ്രൈമറി മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ എല്ലാ മാനേജ്മെൻറ്റും, ആ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള CPU, അതേപോലെ മെമ്മറി, അതൊരു കുഴപ്പമില്ല, അത് ഇൻ്റർഫേസ് ഒന്നും ഇല്ലാതെ റൺ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ആരാണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന് റണ്ണിങ് സ്റ്റേറ്റിൽ എത്തുമ്പോഴാണ് അതൊരു പ്രോസസ്സായി മാറുന്നത്. പിന്നെ ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് പ്രോസസ് മാനേജ്മെന്റ്. നെക്സ്റ്റ് ആണ് മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിനെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിൻ്റെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക സ്പേസ്. ഇപ്പോൾ നമ്മൾ മെമ്മറി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡി അലോക്കേറ്റ് ചെയ്യുക. അതിൻ്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് മെമ്മറി മാനേജ്മെന്റ്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വേർഡിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്തു നിങ്ങൾ സേവ് ചെയ്യും, സേവ് ചെയ്യുമ്പോൾ കറക്റ്റ് അത് ഹാർഡ് ഡിസ്കിൽ ഒരു പൊസിഷനിൽ കൊണ്ടുപോയിട്ട് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതാണ് എന്ത്, മെമ്മറി മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. ഫയൽ സിസ്റ്റം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹാർഡ് ഡിസ്കിനകത്ത് കുറേ ഫയൽസ് ആയിട്ടാണ്, നമ്മൾ ഹാർഡ് ഡിസ്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർഡ് ഡിസ്കിനകത്ത് ഒരുപാട് ഫയൽസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കത് സെർച്ച് ചെയ്യുക, പിന്നെ ആക്സസ് ചെയ്യുക, റീഡ് ചെയ്യുക, പിന്നെ അതിന് അപ്ഡേഷൻസ് വരുത്തുക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. ഫയലിനെ ക്രിയേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, പിന്നെ ആക്സസ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ റീഡ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നതാണ് എന്ത്, ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. ഇനി ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ കിട്ടും, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഡിവൈസസ് ആയ പ്രിന്റർ, കീബോർഡ്, അതുപോലെ നെറ്റ്വർക്കിംഗ് അഡാപ്റ്റേഴ്സ്, അങ്ങനെയുള്ള മൗസ്, ഇങ്ങനെയുള്ള എല്ലാത്തിനുമായിട്ട് ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ഡിവൈസ് മാനേജ്മെന്റ്. അതും ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഇനി നെക്സ്റ്റ് ആണ് യൂസർ ഇന്റർഫേസ്. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ എങ്ങനെയാണ് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നുണ്ട് കേട്ടോ. രണ്ട് വിധത്തിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം. ഒന്ന് GUI,
എന്താണ് GUIന്റെ ഫുള്ള്? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ് അല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഇന്റർഫേസസ്, CLI. രണ്ട് രീതിയിലാണ് ഒരു യൂസറിന് കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, CLI എന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ഇന്റർഫേസ്. ഓക്കെ, അതായത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും. GUI എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പൊ ഞാനിപ്പോ ഗ്രാഫിക്കലി ആണ് കമ്പ്യൂട്ടറിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് ഞാൻ മൗസ് അതുപോലെ കീബോർഡ് ഇതൊക്കെ വെച്ചിട്ടല്ലേ മൗസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ പോയിന്റർ അനുസരിച്ച് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അതിനെ പറയുന്നതാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതായത് ഇപ്പോഴുള്ള മൗസ് ഇമേജസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. അതാണ് GUI എന്ന് പറയുന്നത്. ഇനി CLI എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന് പകരം കമാൻഡ്സ് ഒക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. നമ്മളിനി പഠിക്കൂട്ടെ എന്താന്നുള്ളത്. ഇത്ര ഓർത്ത് വെക്കുക, യൂസറുമായിട്ടുള്ള ഇന്റർഫേസ്, അതായത് ഒരു കമ്പ്യൂട്ടറും യൂസറും തമ്മിൽ എങ്ങനെ പരസ്പരം ഇന്ററാക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, അതെന്തൊരു ടൈപ്പ് ഓഫ് യൂസർ ഇന്റർഫേസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നെക്സ്റ്റ് വരുന്നതാണ് സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോൾ. സെക്യൂരിറ്റി ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പാസ്വേഡൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോണാണെങ്കിലും നമ്മുടെ ഡെസ്ക്ടോപ്പ് ആണെങ്കിലും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ നമ്മൾ പാറ്റേൺ ഒക്കെ വെച്ച് സെക്യൂർ ചെയ്യാണ്ട്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള ആക്സസ് ഒക്കെ തടയാനും പിന്നെ നമ്മുടെ വൈറസ് അറ്റാക്കിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് ആണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ്. നെറ്റ്വർക്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. പിന്നെ അപ്ഡേറ്റ്സ് ആൻഡ് മെയിൻ്റെനൻസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതും, അതിൻ്റെ ഇപ്പോൾ നിങ്ങളുടെ ഫോണിലൊക്കെ കാണാൻ പറ്റും അപ്ഡേറ്റ്സ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫോണിൽ മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ. ഫസ്റ്റ് വൺ എന്താ? പ്രോസസ് മാനേജ്മെന്റ്. പിന്നെ മെമ്മറി മാനേജ്മെന്റ്. നെക്സ്റ്റ് നിങ്ങളെല്ലാവരും റെസ്പോണ്ട് ചെയ്യട്ടാ. തേർഡ് വൺ ഫയൽ സിസ്റ്റം മാനേജ്മെന്റ്. ആൻഡ് ഫോർത്ത് വൺ ഡിവൈസ് മാനേജ്മെന്റ്, യൂസർ ഇന്റർഫേസ് മാനേജ്മെന്റ്, സെക്യൂരിറ്റി ആൻഡ് ആക്സസ് കൺട്രോള്, നെറ്റ്വർക്ക് മാനേജ്മെന്റ്, അപ്ഡേറ്റ്സ് ആൻഡ് മെയിൻ്റെനൻസ്. ഇത്രയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ ഫങ്ഷൻസ്. അപ്പൊ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാല്? എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ. പിന്നെ ദാറ്റ് ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറിന്റെ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. യൂസറിന്റെയും ഹാർഡ്വെയറിന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസർ ഇന്റർഫേസ് അല്ലെ. അതിന്റെ ഒരു ഫംഗ്ഷനിൽ വരുന്നതാണ് യൂസർ ഇന്റർഫേസ്. യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായിട്ട് ഏതൊക്കെ രീതിയിൽ യൂസറിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും അതിനൊക്കെ പറയുന്ന പേരാണ് നമ്മൾ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു യൂസറിന് നമുക്ക് ഏതൊക്കെ രീതിയിൽ കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം അതിനെ പറയുന്ന പേരാണ് യൂസർ ഇന്റർഫേസ്. അതായത് ഒരു യൂസറും കമ്പ്യൂട്ടറും തമ്മിൽ ഏതൊക്കെ രീതിയിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളൊക്കെ വെച്ചിട്ട് ഏതൊക്കെ രീതിയിൽ ഇന്ററാക്ഷൻ പോസിബിൾ ആണ്. രണ്ട് ടൈപ്പിലാണ് അതുള്ളത്. ഒന്ന് GUIയും മറ്റൊന്ന് CUIയും. എന്താണ് GUIന്റെ ഫുൾ ഫോം? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GUI? ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടാ. സാധാരണ എക്സാമിന് നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, GUIന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ GUI ഉണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ കമാൻഡ് ലൈൻ ഇന്റർഫേസ് അല്ലെങ്കിൽ ക്യാരക്ടർ യൂസർ ഇന്റർഫേസ് രണ്ടും സെയിം തന്നെ കേട്ടോ. CUI അല്ലെങ്കിൽ GUI. ഓക്കെ, രണ്ട് ടൈപ്സ് ഓഫ് ഇന്റർഫേസ് ആണുള്ളത്. ഒന്ന് GUI മറ്റൊന്ന് CUI. ഫസ്റ്റ് എന്താണ് GUI എന്ന് പറയാം. GUI എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്സ് വെച്ചിട്ട് കമ്പ്യൂട്ടറുമായി ഇന്ററാക്ട് ചെയ്യുന്നതാണ് GUI എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഐക്കൺസ്, പിന്നെ ഇമേജസ്, പിന്നെ മൗസ് അല്ലെ. നമ്മൾ മൗസ് ഇങ്ങനെ, ഞാനിപ്പോൾ ഈ മൗസ് പോയിന്റർ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? കാണുന്നില്ലേ?
അപ്പോൾ ഞാൻ ഈ മൗസ് എൻ്റെ കൈ ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ മൗസ് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് GUI, ഗ്രാഫിക്സ് വെച്ചിട്ട്. അതായത് മൗസ്, ഇമേജസ്. പിന്നെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ വേർഡ് ഓപ്പൺ ചെയ്യണം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, സിസ്റ്റം ഓൺ ആക്കിയിട്ട് ആ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള ആ ഒരു എന്താ ഐക്കൺ കാണുമ്പോൾ അതിന് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഫുൾ ഇമേജസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ഷൻ പോസിബിൾ ആക്കുന്നത്. അതാണ് GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ഐക്കൺസ്, ഇമേജസ്, നാവിഗേഷൻ ബാർ, അതുപോലെ മൗസ് ഒക്കെ, അങ്ങനെ നമ്മൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് എന്ത്, GUI എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നമ്മളിപ്പോൾ വിൻഡോസ്, ലിനക്സ്, ഇതിനൊക്കെ നമ്മൾ ഇപ്പം വിൻഡോസ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണ്, GUI വെച്ചിട്ടാണ്, ഇന്റർഫേസ് വെച്ചിട്ടാണ്. GUI എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടർ ഓൺ ആക്കി അതിലുള്ള ബട്ടൺസ് ക്ലിക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതാണ് GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഇനി അതിൻ്റെ അകത്ത് ഒരു എലമെന്റ്സ് ഓഫ് GUI എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഐക്കൺ ഉണ്ടാവും. ഓക്കെ, ഐക്കൺ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഐക്കൺ അറിയില്ലേ. ഇപ്പൊ നിങ്ങൾ ഡെസ്ക്ടോപ്പ് തുറന്ന ഉടനെ കുറെ ഫോൾഡറും പ്രോഗ്രാമൊക്കെ കാണാറില്ലേ, കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയ ഉടനെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടില്ലേ, ഇല്ലേ, കണ്ടിട്ടില്ലേ? അതാണ് നമ്മൾ ഐക്കൺ എന്ന് പറയുന്നത്. പിന്നെ ബട്ടൺ ഉണ്ട്, മെനു, ഡയലോഗ് ബോക്സ്, ടാബ്, ടൂൾ ബാർ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറും യൂസറും തമ്മിലുള്ള ഇന്ററാക്ഷൻ പോസിബിൾ ആണ്. അതാണ് GUI എന്ന് പറയുന്നത്. അതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ട. ഇപ്പൊ ഈ കാണുന്നില്ലേ മൈ കമ്പ്യൂട്ടർ, ഇവിടെ കാണില്ലേ ഒരു യെല്ലോ കളറ് ഫോൾഡേഴ്സ്, ഇതിനൊക്കെ നമ്മൾ എന്ത് പറയാ, ഐക്കൺ എന്ന് പറയാം. അതായത് ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഞാൻ ഇതിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്യാണ് ചെയ്യണത് അല്ലേ. നിങ്ങൾ നോർമലി അങ്ങനെയല്ലേ ചെയ്യാ. എനിക്കിപ്പോ ഈ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇതിമ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യും, അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും. അല്ലെങ്കിൽ ഫോൾഡർ ഓപ്പൺ ആക്കണമെങ്കിൽ ഇതിൽ പോയിട്ട് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും. അതായത് നമ്മുടെ യൂസർ, അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, മൗസ് വെച്ചിട്ടാണ് ഈ ഇമേജസ്, ഇവിടെ കാണുന്ന ഈ ഒരു ഇമേജ് കാണുമ്പോൾ അതും ആ ഇമേജ് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് മൈ കമ്പ്യൂട്ടർ, അത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് മൈ കമ്പ്യൂട്ടറിൻ്റെതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫിക്സ് വെച്ച് വർക്ക് ചെയ്യുന്നതാണ് എന്ത്, GUI, എന്താ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മെനൂസ് എന്നാണ് ഇവിടെ കാണില്ലേ, ഫയലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലുമായി ബന്ധപ്പെട്ട സേവ്, പിന്നെ കോപ്പി, പേസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരും. അതാണ് മെനു എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ ഡയലോഗ് ബോക്സുകൾ, ഇങ്ങനെ യൂസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എളുപ്പത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നതാണ് GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. അതിൽ പോയിന്റേഴ്സ്, ഇപ്പം നേരത്തെ പറഞ്ഞ ഐക്കൺസ്, വിൻഡോസ്, ഫോൾഡർ, മെനു, ഡെസ്ക്ടോപ്പ്, ടാസ്ക് ബാർ, ഈ താഴെ കാണുന്നതാണ് ടാസ്ക് ബാർ. ഇതിൽ ഓരോന്നും വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. ഗ്രാഫിക്സ് വെച്ചിട്ട് യൂസർ എന്ത് ചെയ്യുന്നു, ഇന്റർഫേസ് ചെയ്യുന്നു. അതാണ് GUI. ക്ലിയർ അല്ലേ? എന്താണ് GUI എന്ന് മനസ്സിലായില്ലേ? ഇനി പറയണോ? ഐക്കൺസ്, ബട്ടൺസ്, മെനൂസ് എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് GUI, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് CUI. എന്തായാലും CUIന്റെ ഫുൾ എന്തായിരുന്നു, CUIന്റെ ഫുൾ ഫോം എന്തായിരുന്നു? What is the full form of CUI? ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. ഇവിടെ എന്താണ്, ഗ്രാഫിക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറുമായിട്ട് ഇന്റർഫേസ് ചെയ്യുന്നത്. അതാണ് CUI എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഫോൾഡർ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കണം ഡെസ്ക്ടോപ്പിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഡെസ്ക്ടോപ്പിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഒരു ന്യൂ ഫോൾഡർ എന്നുള്ളൊരു ബട്ടൺ കാണും, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. നോർമലി നമ്മൾ അങ്ങനെയല്ലേ ഒരു ഫോൾഡർ ഉണ്ടാക്കുക അല്ലേ. അല്ലേ, നിങ്ങൾ ഫോൾഡർ ഉണ്ടാക്കിയിട്ടില്ലേ? ഹലോ,
അപ്പോൾ നമ്മൾ ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ GUI വെച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡാണ് ചെയ്യുക. ഇനി CUI വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ഗ്രാഫിക്സിന് പകരം നമ്മൾ ഓരോ കമാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യുക. അതായത് കീബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ടറിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് എന്ത്, CUI, ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ്. ഓരോ ക്യാരക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അതാണ് CUI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആക്ഷൻ, നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. നമ്മൾ നോർമലി ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ ഫയലിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ നമ്മൾ GUI ചെയ്യുന്നത്, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിൽ. CUI കേസിൽ നമുക്ക് എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു കമാൻഡ് അതിനു വേണ്ടി ആവശ്യമായിട്ട് വരും. ആ കമാൻഡ് നമ്മൾ കാണാതെ പഠിച്ച് അത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്കൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ഫോൾഡർ ഉണ്ടാക്കാനോ ഒക്കെ സാധിക്കുള്ളൂ. അതാണ് CUI വരുന്നത്. ഓക്കെ, അപ്പോൾ GUI ഒക്കെ വരുന്നതിൻ്റെ മുന്നേ ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ് CUI, ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ GUI ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക, CUI യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ CUIൻ്റെ എക്സാമ്പിളാണ് MS DOS, അതേപോലെ യുണിക്സിനും അതേപോലെ CUI യൂസ് ചെയ്യുക. യുണിക്സ് എന്ന് പറഞ്ഞാൽ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതിലും നമ്മൾ CUI യൂസ് ചെയ്യാറുണ്ട്. MS DOS കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ പറയണത്? അപ്പൊ നിങ്ങൾ ഇനി ലാബില് MS DOS ഒക്കെ നിങ്ങൾ പഠിക്കൂട്ടോ. അതിന്റെ ലാബിൽ നമുക്ക് ഡോസും അതേപോലെ ലിനക്സിന്റെ കമാൻഡ് പ്രോംപ്റ്റ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ലാബിന് ഡീറ്റെയിൽ ആയിട്ട് ഈ CUI വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതായത് നമ്മൾ ഈ ഫോൾഡർ ഇപ്പോൾ നമ്മൾ GUI വെച്ച് ചെയ്യുന്നതിൻ്റെ പകരം ഓരോ കമാൻഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഫോൾഡർ ഉണ്ടാക്കുക, എന്തെങ്കിലും ഫയൽ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് CUI വരുന്നത്. ഇനി നമുക്ക് ഈ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. GUIൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇമേജസ്, ഐക്കൺസ് ഒക്കെ വെച്ചിട്ടാണ് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. CUIൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു, കമാൻഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി GUIൻ്റെ കേസിൽ നമുക്ക് നാവിഗേഷൻ വളരെ എളുപ്പമാണ്. അതായത് ഇപ്പോൾ നമ്മൾ മൗസ് ജസ്റ്റ് മൂവ് ചെയ്തെങ്ങാണ്ട് നമുക്കിപ്പോൾ ഒരു ഫോൾഡറിൽ നിന്ന് അടുത്ത ഫോൾഡറിലേക്ക് പോകണമെങ്കിൽ ജസ്റ്റ് മൗസ് മൂവ് ചെയ്തെങ്ങാണ്ട് ആ ഫോൾഡർ പോയി ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷേ CUIൻ്റെ കേസിൽ, ക്യാരക്ടർ യൂസർ ഇൻ്റർഫേസിൻ്റെ കേസിൽ നമ്മൾ ഓരോ കമാൻഡ്സും അതിനു വേണ്ടി സെപ്പറേറ്റ് പഠിക്കുക തന്നെ വേണം. കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി GUIൻ്റെ കേസിൽ നമ്മൾ കീബോർഡ്, മൗസ്, അതുപോലെ ഏതെങ്കിലും പോയിന്റിങ് ഡിവൈസുകളൊക്കെ നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. CUIൻ്റെ കേസിൽ നമ്മൾ ആകെ കീബോർഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. കീബോർഡിൽ കുറേ കമാൻഡുകൾ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൾഡർ ഉണ്ടാക്കുന്നതും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി GUI ഹാസ് ലോ പ്രിസിഷൻ. CUIന് പ്രിസിഷൻ കൂടുതലാണ്. അതായത് നമ്മുടെ കുറച്ചും കൂടി അക്യുറസിയും കാര്യങ്ങളൊക്കെ GUIക്ക് കുറവാണ്. CUIക്ക് കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ട്, അത് കമാൻഡ് വെച്ച് ചെയ്യണ കാരണം തന്നെ അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ GUIൻ്റെ കേസിൽ ചില സമയത്ത് നമുക്കറിയാം ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും ലോഡ് ആവാൻ വേണ്ടിയിട്ട്, അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ലോ പ്രിസിഷൻ എന്ന് പറയുന്നത്. CUIൻ്റെ കേസിൽ കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ GUI പൊതുവെ സ്പീഡ് കുറവാണ്, CUI ആണ് സ്പീഡ് കൂടുതൽ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഞാൻ ലാസ്റ്റ് നമുക്ക് നോക്കട്ടെ, പറ്റാന്നുണ്ടെങ്കിൽ ഞാൻ ഈ CUIൻ്റെ ഒരു വിൻഡോ കാണിച്ചു തരാം കേട്ടോ. ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും GUI വെച്ചിട്ട് ചെയ്യുന്നതല്ലേ എളുപ്പം. പക്ഷെ ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതാണ് എളുപ്പമല്ല. നമുക്ക് പെട്ടെന്ന് മൗസൊക്കെ ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാം ഓപ്പൺ ആയിട്ട് വരും. പക്ഷെ കമാൻഡ് ആണെങ്കിൽ കമാൻഡ് കാണാതെ പഠിക്കണം. പക്ഷെ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, CUI വെച്ചിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഒന്നും അറിയാത്ത, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയാത്ത ഏതൊരാൾക്കും എന്ത് വെച്ച് ചെയ്യാം, GUI വെച്ചിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. CUI വെച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ കമാൻഡ്സും കാര്യങ്ങളൊക്കെ കാണാതെ പഠിക്കാൻ വേണം. ഇനി നെക്സ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് GUI, ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റ്, എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
അതായത് ഫോൾഡർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നേരെ ആ ഫോൾഡറിന്റെ അവിടെ മൗസ് കൊണ്ടുപോയി വെക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഫോൾഡർ ഓപ്പൺ ആയി വരും. നേരെ മറിച്ച് നമ്മുടെ CUI വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള കമാൻഡ് നമ്മൾ കാണാതെ പഠിച്ചിട്ട്, ഇപ്പോൾ MKDIR എന്നൊരു കമാൻഡ് ഉണ്ട്, എന്നിട്ട് ആ ഫോൾഡറിന്റെ പേര് കൊടുക്കുക. അത് കമാൻഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് ഓപ്പൺ ആയിട്ടൊക്കെ വരുള്ളൂ. പിന്നെ ഇവിടെ ഹൈ മെമ്മറി നമുക്ക് റിക്വയർമെന്റ് ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം ഫുള്ള് ഗ്രാഫിക്സും പിക്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് അല്ലേ. ഫോൾഡറൊക്കെ ആണെങ്കിൽ ഒരു യെല്ലോ കളർ അങ്ങനെ പിക്ചറൊക്കെ വെച്ചിട്ട് നമുക്കൊരു യൂസറിന് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിന് മെമ്മറി റിക്വയർമെന്റ് കൂടുതലായിരിക്കും. ഇവിടെ നമുക്ക് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഇത് മെമ്മറി റിക്വയർമെന്റ് വളരെ കുറവായിരിക്കും. ഇനി GUI വെച്ചിട്ട് നമുക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് വേർഡ് ഓപ്പൺ ചെയ്തു, അത് ടൈപ്പ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ടാസ്ക് ഒരേ സമയം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മൾ ആ പറഞ്ഞ കമാൻഡ് പ്രോംപ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു ടാസ്ക് മാത്രമേ അറ്റ് എ ടൈം നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവിടെ കമാൻഡ്സ് ഒന്നും നമ്മൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ യൂസർ മസ്റ്റ് മെമ്മറൈസ് വേരിയസ് കമാൻഡ്സ്. അതിൻ്റെ വേരിയസ് കമാൻഡ്സ് നമ്മൾ പഠിക്കണം, അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പഠിക്കണം. ഇതാണ് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. നിങ്ങൾ വിസിബിൾ ആണെങ്കിൽ പറയണേ. CUIൻ്റെ ഒരു ഇൻ്റർഫേസ് കാണുന്നുണ്ടോ? കമാൻഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ CUI എന്ന് പറയുന്നത്, അതായത് ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. ഇവിടെ നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ MKDIR സ്പേസ്, ഞാനൊരു ഫോൾഡറിന്റെ പേര് കൊടുത്തു, ഫോൾഡർ 1. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫോൾഡർ ഉണ്ടാക്കുക. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ കമാൻഡ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഫോൾഡർ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ GUI വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ചെയ്യുക? GUI വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? എങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കുക? നിങ്ങൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, അതിൽ ന്യൂ ഫോൾഡർ അല്ലേ? അപ്പൊ ഇതിന്റെ അകത്ത് നമുക്കൊരു ഫോൾഡർ ഉണ്ടാക്കണം. എനിക്ക് ഈ കമാൻഡ് കാണാതെ പഠിക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഫോൾഡർ ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് എന്താവില്ല, വിസിബിൾ ആവില്ല. ഇതാണ് CUI, ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. പോലുള്ള കുറെ ക്യാരക്ടറുകൾ നമ്മൾ പഠിച്ചിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫോൾഡർ ഉണ്ടാക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് ഇനി ലാബിൽ അതാത് സെന്ററുകളിൽ വിശദമായിട്ട് എടുത്തു തരും കേട്ടോ. ഇത് ക്ലിയർ അല്ലേ പറഞ്ഞത്? എന്താണ് CUI എന്ന് പറഞ്ഞാല്? ക്യാരക്ടർ യൂസർ ഇന്റർഫേസ്. ഇതുപോലുള്ള കീബോർഡ് മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുള്ളൂ. കീബോർഡ് വെച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഹലോ പറയൂ. ധന്യ പ്രസന്റ്, തിരൂർ. നമ്മളെ സ്ക്രീന് വിസിബിൾ അല്ലേ നിങ്ങൾക്ക്? കാണുന്നില്ലേ CUI-ന്റെ? ഓക്കെ, അപ്പൊ എന്താണ് CUI, എന്താണ് GUI എന്നുള്ളത് കറക്റ്റ് മനസ്സിലായില്ലേ? GUI എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു കമ്പ്യൂട്ടർ, നമ്മൾ നോർമലി കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഫോൾഡർ ചെയ്യുക? ഇവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യും,
അപ്പോൾ ഇതിൽ കാണില്ല, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡർ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ യെല്ലോ കളറുള്ള ഒരു ഫോൾഡർ വരും. നേരെ മറിച്ച് നമ്മളിപ്പോൾ CUI വെച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ ബ്ലാക്ക് സ്ക്രീനിൽ MKDIR സ്പേസ് ഇട്ടിട്ട് ഫോൾഡറിന്റെ പേര് കൊടുത്താലാണ് ഒരു ഫോൾഡർ ഉണ്ടാവുള്ളൂ. കമാൻഡ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് CUI, നമ്മൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വെച്ച് ചെയ്യുന്നതാണ് GUI. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ അല്ലേ? അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക് ആണ് ഫയൽ മാനേജ്മെന്റ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഫയൽ മാനേജ്മെന്റ്. അപ്പോൾ ഫയൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഉള്ള എല്ലാ ഫയലുകളെയും മാനേജ് ചെയ്യാം. ഓക്കെ, ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കളക്ഷൻ ഓഫ് ഇൻഫർമേഷനെ പറയുന്ന പേരാണ് എന്ത്, ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വേർഡ് കുറേ വർക്ക് ചെയ്തു, നിങ്ങൾ എന്ത് സേവ് ചെയ്തു. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ നേരെ സ്റ്റോർ ആവുന്നത് എവിടെയാണ്? പെർമനന്റ് ആയിട്ട് എവിടെ സ്റ്റോർ ആവുക? സെക്കൻഡറി മെമ്മറിയിലാണ് അല്ലേ? അപ്പൊ ആ ഒരു സെക്കൻഡറി മെമ്മറിയിലുള്ള ആ ഒരു വേർഡിനെ നമ്മൾ എന്ത് പറയാ, പിന്നെ ഫയൽ എന്നാണ് പറയാ. അപ്പൊ ഫയലിന്റെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ഫയലില് നമ്മളൊരു സെക്കൻഡറി മെമ്മറിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ മോഡിഫൈ ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ ഡിലീറ്റ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇപ്പൊ അത് ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അതിനനുസരിച്ച് മെമ്മറി എന്ത് ചെയ്യണം, മെമ്മറി സ്പേസ് അവിടെ നിന്ന് ഒഴിവാക്കണം അല്ലെ, ഡീഅലോക്കേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫയൽ കറക്റ്റ് എന്ത് ചെയ്യണം, സെക്കൻഡറി മെമ്മറിയിൽ പോയിട്ട് ഒരു സ്പേസിൽ, നമ്മൾ ഹാർഡ് ഡിസ്കിനകത്ത് ഒരു കറക്റ്റ് സ്പേസിൽ, വേക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ പോകണം അതിനെ അലോക്കേറ്റ് ചെയ്ത് വെക്കാൻ. അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ഫംഗ്ഷനാണ് എന്ത്, ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സ്പെസിഫിക് ലൊക്കേഷനിൽ എന്ത് ചെയ്യണം, ഫയലിനെ കൊണ്ടുപോയിട്ട് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ പെട്ടെന്നായിട്ട് നമുക്കൊരു എപ്പോൾ വേണമെങ്കിലും നിങ്ങളിപ്പോൾ ഒരു സേവ് ചെയ്ത ഫയൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അത് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഫയലുകൾ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഓരോ ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയലിനെ സേവ് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഫയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ വരുന്നത്. ഇപ്പോൾ സിലബസിൽ ഫയൽ മാനേജ്മെന്റ് എന്ന് സ്പെസിഫിക് ആയി പറഞ്ഞ കാരണം ഞാൻ ഇതിന് കൂടെ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ എന്താണെന്നുള്ളത്? ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ വേർഡ് അതൊരു ഫയലാണ്, നിങ്ങളിപ്പോൾ പവർ പോയിന്റ് ചെയ്തു അതൊരു ഫയലാണ്, ഇപ്പോൾ ഒരു നോട്ട് പാഡിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു സേവ് ചെയ്തു അതൊരു ഫയലാണ്. അല്ലെങ്കിൽ നിങ്ങൾ പെയിന്റ്, ഓക്കെ, പെയിന്റിൽ നിങ്ങൾ എന്തെങ്കിലും പെയിന്റ് ചെയ്തു സേവ് ചെയ്തു അതെന്താണ്, വേറൊരു ഫയലാണ്. അതായത് ഒരു കളക്ഷൻ ഓഫ് എന്തെങ്കിലും ഇൻഫർമേഷൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫയൽ. ക്ലിയർ അല്ലേ? ഫയൽ മാനേജ്മെന്റ് ക്ലിയർ അല്ലേ? നീ പറയണോ? ഹലോ, കേൾക്കുന്നില്ലേ? ക്ലിയറാ. നിങ്ങൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടാ. ഇപ്പൊ ഇത്രയും ആൾക്കാരുണ്ടായിട്ട് റെസ്പോൺസ് വളരെ കുറവാണ്. നെക്സ്റ്റ് നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ എങ്ങനെയാ നോക്കാം. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്നുള്ളത് നോക്കാം. അപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഡെഫിനിഷൻ. വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? Interface between a computer user and a computer hardware. ദാറ്റ്സ് വെരി ഗുഡ്. ഒരു കമ്പ്യൂട്ടർ യൂസറും കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പിക്ചർ പറയണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും യൂസർ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കും അല്ലേ? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വേർഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാണ്ട്, അപ്പോൾ നിങ്ങൾ ആ വേർഡ് എന്ത് ചെയ്തു, മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ആക്കും. അങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാർഡ്വെയറുമായിട്ട് അതിനൊരു ബന്ധം, ഒരു കണക്ഷൻ കൊടുക്കുന്നത് എന്താ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഷെല്ല്, അതുപോലെ കേർണൽ എന്ന് പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ആദ്യം ഷെല്ലിലേക്കാണ് കൊടുക്കുക, ഷെല്ല് പിന്നെ എങ്ങോട്ട് കൊടുക്കും, കേർണലിലേക്ക് കൊടുക്കും. കേർണലാണ് പിന്നെ അതിൻ്റെ കറക്റ്റ് ഹാർഡ്വെയറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ സിസ്റ്റം നമുക്ക് നമ്മൾ എന്താണോ ചെയ്യുന്ന വർക്ക് അതിനെ റൺ ചെയ്തിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താന്ന് നോക്കാം. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം. നിങ്ങളിപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ്, വേർഡ് ആവാം, പവർ പോയിന്റ് ആവാം, നിങ്ങൾ പാട്ട് കേൾക്കാവാം, എനിത്തിങ്, നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാം, അതാണ് ആപ്ലിക്കേഷൻ. ഇനി അതിന് കേർണലുണ്ട്, ഷെല്ലുണ്ട്. കേർണൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നതാണ് കേർണൽ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു CPU ഇസ് ദി ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ? ഒരു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നതാണ് പ്രൊസസ്സർ എന്ന് പറയുന്ന പോലെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ട്, മെയിൻ കോർ പാർട്ട് എന്ന് പറയുന്ന പേരാണ് എന്ത്, കേർണൽ എന്ന് പറയുന്നത്. കേർണൽ. ഓക്കെ, അപ്പൊ കേർണൽ
എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കേണൽ എന്ന് പറയുന്നത്. അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മെയിൻ കമ്പോണന്റ് ആണ് കേണൽ. ഓക്കെ, അപ്പൊ കേണൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മെമ്മറി ഏരിയയിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിലെ കേണലാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോസസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് എന്ത് കേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നതാണ് കേണൽ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി ഷെൽ എന്ന് പറഞ്ഞാല് ഈ കേണലും യൂസറും തമ്മിലുള്ള ഒരു ഇന്റർഫേസ്. ഹലോ, ഓക്കെ, അപ്പൊ ഷെൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഷെല്ല്. ഷെൽ എന്ന് പറഞ്ഞാൽ ഈ കേണലും പിന്നെ യൂസറും ഇവർ തമ്മിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് എന്ത് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ഞാനൊരു കമാൻഡ് പ്രോംപ്റ്റിനെ കാണിച്ചിട്ട് ബ്ലാക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? അപ്പൊ അതിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു കമാൻഡ് എഴുതി. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഫോൾഡർ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ MKDIR മേക്ക് ഡയറക്ടറി എന്നാണ് അതിന്റെ ഫുൾ ഫോം. MKDIR സ്പേസ് ഒരു ഫോൾഡറിന്റെ പേര് കൊടുത്തു. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു കമാൻഡ് പ്രോംപ്റ്റിനെ പറയുന്ന പേരാണ്, ഞാൻ എടുത്ത ബ്ലാക്ക് സ്ക്രീനെ പറയുന്ന പേരാണ് എന്ത് ഷെൽ എന്ന്. ഓക്കെ, അതായത് കേണലും യൂസറും തമ്മിലുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷെല്ല്. കേണൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർട്ടാണ്, മെയിൻ കമ്പോണന്റ് ആണ് കേണല്. ഈ മെയിൻ കമ്പോണന്റ് ആയ കേണലും യൂസറും തമ്മിലുള്ള ഇന്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് ഷെല്ല് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് യൂസറിന് എന്തെങ്കിലും കമാൻഡ് ഒക്കെ ടൈപ്പ് ചെയ്യുന്നത് എവിടെയാണ്, ഷെല്ലിലാണ് ടൈപ്പ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ബ്ലാക്ക് സ്ക്രീൻ, അതാണ് ഷെല്ല് എന്നറിയപ്പെടുന്നത്. നമ്മൾ എന്തെങ്കിലും കമാൻഡ്സ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഷെല്ലിലാണ്. അപ്പൊ ഷെല്ല് എന്ത് ചെയ്തു, കറക്റ്റ് ആ കമാൻഡിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യും. ഇപ്പൊ ഞാൻ MKDIR ഫോൾഡർ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഒരു ഫോൾഡർ എന്ത് ചെയ്യും, അത് ഉണ്ടാക്കും. അതെല്ലാം ചെയ്യുന്നത് ആരാണ്, ഈ ഷെല്ലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആ നമ്മൾ കൊടുത്ത കമാൻഡിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള ടാസ്കുകൾ പെർഫോം ചെയ്യാം. അതാണ് ഷെല്ലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ ഇത്രയും പറഞ്ഞത്? ക്ലിയർ ആണ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാവും. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ ഷെല്ലിന്റെയും കേണലിന്റെയും ഹെൽപ്പോട് കൂടിയിട്ടാണ് ഹാർഡ്വെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? ഹാർട്ട് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് നോൺ ആസ് കേണൽ എന്ന് പറയുന്ന പേരാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഈ കേണലും യൂസറും തമ്മിലുള്ള ഇന്ററാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഷെല്ല്. ഈ ഷെല്ലിന്റെ അകത്ത് നമ്മൾ നേരത്തെ കാണിച്ച ബ്ലാക്ക് സ്ക്രീൻ, അതാണ് കമാൻഡ് പ്രോംപ്റ്റ് എന്നാണ് പറയാം. വിൻഡോസിന്റെ ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ്. ആ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് പെർഫോം ചെയ്യുന്നത് ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, ഷെല്ലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഷെല്ലിന്റെ അകത്ത് നമ്മൾ പറഞ്ഞു എന്ത് ചെയ്യണം, കുറച്ച് സിൻടാക്സും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പൊ അതിന് ഷെല്ലിന്റെ എക്സാമ്പിൾ ആണ് MS-DOS പ്രോംപ്റ്റ്. ഞാൻ നേരത്തെ എടുത്ത ബ്ലാക്ക് സ്ക്രീനില്ലേ, അതാണ് പ്രോംപ്റ്റ്, MS-DOS പ്രോംപ്റ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്നാണ് അതിനറിയപ്പെടുക. ഓക്കെ, അതേപോലെ ലിനക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ യൂസ് ചെയ്യുന്ന ഷെല്ലുകളാണ് SH, ബാഷ്, KSH, TSH. ജസ്റ്റ് ആ പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഡോസ് കമാൻഡ്സുകൾ പഠിക്കാം. ഡോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡോസിന്റെ കമാൻഡ്സുകൾ ഏതൊക്കെയാന്നുള്ളത് നോക്കാം. ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? അല്ലേ? ഹലോ, ഇനി ഞാൻ കുറച്ച് കമാൻഡ്സുകൾ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ അതിന്റെ തിയറട്ടിക്കൽ സൈഡ് പറഞ്ഞു പോവാം. ഇത് നിങ്ങൾക്ക് ലാബിൽ ചെയ്യുമ്പോഴാണ് ഇതൊന്നും കൂടെ ക്ലിയർ ആവുള്ളൂ. പക്ഷേ കമാൻഡ്സ് നിങ്ങൾ എന്തായാലും കാണാതെ പഠിക്കന്നെ വേണം കേട്ടോ. ഞാൻ ജസ്റ്റ് കമാൻഡ്സ് പറഞ്ഞു. ഫസ്റ്റ് വൺ ആണ് CLS. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ കാണിച്ച ബ്ലാക്ക്
പ്രോംപ്റ്റ് എടുക്കുക, കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, ജസ്റ്റ് CLS എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ സ്ക്രീൻ എന്തായി ഫുള്ള് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അതാണ് CLS ആൻഡ് പ്രസ് എൻ്റർ. CLS ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക, ഓട്ടോമാറ്റിക്കായി നമ്മൾ കാണുന്ന സ്ക്രീന് ക്ലിയർ ആവും. നിങ്ങൾ ലാബ് ചെയ്യുമ്പോഴാവട്ടെ ഒന്നും കൂടി ക്ലിയർ ആയി മനസ്സിലാവാം. നെക്സ്റ്റ് ആണ് DIR. DIR എന്ന് പറഞ്ഞാൽ ഡയറക്ടറി. ഇവിടെ ഡയറക്ടറി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോൾഡറിന്റെ പറയുന്ന പേരാണ് ഡയറക്ടറി. ഓക്കെ, അപ്പോൾ ഞാൻ ആ കമാൻഡ് പ്രോംപ്റ്റിനുള്ളിൽ DIR പിന്നെ സ്ലാഷ് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അർത്ഥം ഓപ്ഷണൽ എന്നാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കണ്ട. ഞാൻ DIR ഈ എക്സാമ്പിൾ നോക്കിയാൽ മതി. സ്പേസ് ഇട്ടുങ്ങാണ്ട് ഏതെങ്കിലും ഡ്രൈവിന്റെ പേര് കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് C ആണോ D ആണോ നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഡ്രൈവിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രൈവിലുള്ള ഫയൽസും ഡയറക്ടറീസ് ഒക്കെ എന്താവും നമുക്ക് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാണിക്കും. അതാണ് DIR. ഓക്കെ, നെക്സ്റ്റ് ആണ് ഡേറ്റ്. ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ അന്ന് കാണിച്ചിട്ടുള്ള കറണ്ട് ഡേറ്റ് എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കാണിക്കും. ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾ ലാബിൽ ടീച്ചേഴ്സ് പറഞ്ഞുതരും. പക്ഷെ നിങ്ങൾ ഈ കമാൻഡ്സ് ജസ്റ്റ് പഠിച്ചു വെക്കട്ടാ. CLS, DIR, ഡേറ്റ്, ഇത്രയും പറഞ്ഞ ക്ലിയർ അല്ലേ? അല്ലേ? ക്ലിയർ ആണ് മിസ്. നെക്സ്റ്റ് ആണ് ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആ കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് ടൈം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ടൈം നിങ്ങൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം ആയിരിക്കും നമുക്ക് കാണിക്കുക. നെക്സ്റ്റ് ആണ് കോപ്പിക്കോൺ. കോപ്പിക്കോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ടൊരു ഫയൽ ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പിക്കോൺ സ്പേസ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഫയലിൻ്റെ നെയിം കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ കോപ്പിക്കോൺ സ്പേസ് ഇട്ടുകൊണ്ട് ROS.txt എന്ന് കൊടുത്താൽ ഈ .txt എന്ന് പറഞ്ഞാൽ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. അതായത് എന്ത് ടൈപ്പ് ഫയലാണ്. ഇപ്പോൾ TXT എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫയൽ. സാധാരണ നമ്മൾ നോട്ട് പാഡ് ഒക്കെ പോലുള്ള ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുക, അതാണ് TXT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണ നോട്ട് പാഡിൻ്റെ ഫയൽ ക്രിയേറ്റ് ആവും. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് അതിന് താഴെ നിങ്ങൾക്ക് എന്താണോ ആ ഫയലിൻ്റെ ഉള്ളിൽ ടൈപ്പ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+Z അടിക്കുക. അപ്പോൾ അത് ആ ഫയൽ കറക്റ്റായിട്ട് കോപ്പി സേവ് ആയി പോകും. ഓക്കെ, എന്നിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ Ctrl+C അടിച്ചിട്ട് അതിന് നമുക്ക് സേവ് ചെയ്യാതെ നമുക്ക് സേവ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ Ctrl+C അടിച്ചാൽ മതി. നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Ctrl+Z അടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പിക്കോൺ സ്പേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് .txt. ഇവിടെ TXT എന്ന് കൊടുത്ത കാരണം അതൊരു ടെക്സ്റ്റ് ഫയലായിരിക്കും, അതായത് നോട്ട് പാഡ് പോലത്തെ ഫയലായിരിക്കും. നിങ്ങൾക്ക് ഒരു വേർഡിന്റെ ഫയലാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേർഡിന്റെ എക്സ്റ്റൻഷൻ എന്തായിരുന്നു, വേർഡ് എങ്ങനെ സേവ് ചെയ്യുക, എക്സ്റ്റൻഷൻ ഓഫ് വേർഡ് ഫയൽ എന്താ അറിയോ? വേർഡ് ഫയൽ നമ്മൾ എന്ത് വെച്ചിട്ട് സേവ് ചെയ്യുക, എനിവൺ? .dox ആണോ? .docx അല്ലേ, .docx വെച്ചിട്ടാണ് നമ്മൾ വേർഡ് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ROS.docx എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു വേർഡ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് കാണുമ്പോൾ ബ്ലാക്ക് സ്ക്രീൻ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ GUIയും CUI നമ്മളുടെ വ്യത്യാസം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് CUI വെച്ചിട്ട് നമ്മൾ കമാൻഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ കോപ്പിക്കോൺ സ്പേസ് ROS.docx എന്ന ഒരു വേർഡ് ഫയൽ ഓട്ടോമാറ്റിക്കായി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഓപ്പൺ ആയി വരുമൊന്നുമില്ല, നമ്മൾ ഈ സ്ക്രീനിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നിട്ട് നമുക്ക് അതിനെ ടൈപ്പ് ചെയ്യാം, താഴെ എന്തൊക്കെയാണ് ആ ഫയലിൽ വേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് Ctrl+Z അടിച്ച് സേവ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ കമാൻഡ് പ്രോംപ്റ്റ് നമ്മൾ പറഞ്ഞ ബ്ലാക്ക് സ്ക്രീൻ ക്ലോസ് ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ ഞാനിവിടെ C ഡ്രൈവിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ, ആ C ഡ്രൈവിൽ പോയിട്ട് നോക്കുക ഈ പേരിലുണ്ടോ എന്ന്, ഒരു ഡോക്ക് ഫയൽ ഉണ്ടോ എന്ന് നോക്കുക. അത് എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിലെ കണ്ടന്റ് ഒക്കെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ പറഞ്ഞത്? നമ്മൾ ജസ്റ്റ് മൗസ് വെച്ച് ചെയ്യുന്നതിന്റെ പകരം ഇവിടെ കമാൻഡ് വെച്ച് ചെയ്യുന്നുള്ളൂ. ക്ലിയർ അല്ലേ? ലാബ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാവും കേട്ടോ. നെക്സ്റ്റ് ആണ് ടൈപ്പ്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ടൈപ്പ് പിന്നെ സ്പേസ് ഇട്ടിങ്ങാണ്ട് ഫയൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ ഒരു ഫയൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിലെ കണ്ടന്റ് എന്താണ്, തൊട്ട് താഴെ വിസിബിൾ ആവും. ഇതിൽ കാണുന്ന ഈ കണ്ടന്റ് വിസിബിൾ ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഒരു ടെക്സ്റ്റ് ഫയലിലെ കണ്ടന്റ് വിസിബിൾ ആവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അല്ലേ? നെക്സ്റ്റ് ആണ് കോപ്പി കമാൻഡ്. കോപ്പി കമാൻഡ് എന്ന് പറഞ്ഞാൽ കോപ്പി സ്പേസ് ഇടുക. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ റോസ് എന്ന് പറഞ്ഞ ഫയൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി, ഈ സെയിം ഫയലിനെ എനിക്ക് വേറൊരു ഫയലിലേക്കും കോപ്പി ചെയ്യണം. നമ്മൾ സാധാരണ എന്ത് ചെയ്യുക, Ctrl+C അടിക്കും,
കോപ്പി ചെയ്യും, എന്നിട്ട് നമുക്ക് എവിടേക്കാണോ പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പോയിട്ട് Ctrl+V അടിക്കും അല്ലേ, നമ്മൾ നോർമലി ചെയ്യല്. ആ സെയിം കാര്യം തന്നെ ഇവിടെ എന്ത് ചെയ്യുക, കോപ്പി എന്നുള്ള കമാൻഡ് സ്പേസ് നമുക്ക് ഏത് ഫയലിൽ നിന്നാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഫയലിന്റെ പേര് സ്പേസ് ഇട്ടുങ്ങാണ്ട് നമ്മൾക്ക് പുതുതായിട്ട് ഏത് ഫയലിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു പേര് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായി എന്താവും, ഇതിലുള്ള എല്ലാ കണ്ടന്റും ഈ ഒരു ഫയലിലേക്ക് എന്തായിട്ടുണ്ടാവും, സേവ് ആയിട്ടുണ്ടാവും. ഇത് .txt ഫയലാണ്, ഇത് .msg മെസ്സേജ് ടൈപ്പ് ഫയലാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഒരു ഫയലിൽ നിന്ന് കോപ്പി ചെയ്യണമെങ്കിൽ കോപ്പി സ്പേസ് സോഴ്സ് ഫയൽ നെയിം, അതായത് നമ്മുടെ കയ്യിലുള്ള ഫയലിന്റെ പേര് സ്പേസ് ടാർഗറ്റ് ഫയൽ നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത് പുതുതായിട്ടൊരു പേര് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അപ്പൊ ആ പേരിലുള്ള ഫയലിലേക്കായിരിക്കും നമ്മുടെ ഇത് കോപ്പി ആയിട്ട് പോവുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് മൂവ്. മൂവ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവ് നമുക്ക് എവിടെ നിന്നാണോ മൂവ് ചെയ്യേണ്ടത് ആ ഫയലിന്റെ പേര് കൊടുക്കുക, എന്നിട്ട് എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് അതിന്റെ പേരും കൊടുക്കുക. അപ്പൊ ഇവിടെ C:DCA/ ഫയൽ, അതായത് ഇവിടെ അതിന്റെ ആ റൂട്ട് മുതൽ തന്നെ അതിന്റെ ലൊക്കേഷൻ കൊടുത്തു എന്നുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത്, അപ്പൊ ഈ ഒരു ഫയൽ 1നെ ഇവിടെ ഈ ഒരു വേറൊരു ഫോൾഡറിന്റെ അകത്ത് വേറൊരു ഫയലിലേക്കാണ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കോപ്പി ചെയ്യുമ്പോൾ അതിന്റെ ഒരു സെയിം ഇതിന്റെ ഒരു കോപ്പിയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ കോപ്പി ചെയ്യുമ്പോൾ ഇതിലും ഉണ്ടാവും ഫയൽ, അതുപോലെ ഈ രണ്ടാമത്തേലും ഫയൽ അവിടെ ഓൾറെഡി ഉണ്ടാവും. മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫയൽ പിന്നെ പോയിട്ടുണ്ടാവും, നമ്മൾ എങ്ങോട്ടാണോ മൂവ് ചെയ്തത് അവിടെ മാത്രമേ പിന്നെ ഫയൽ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞത്? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത് ചെയ്യുമ്പോൾ കോപ്പി ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവും കണ്ടന്റ്, ഇവിടെ ഉണ്ടാവും. മൂവ് ചെയ്യുമ്പോൾ ഇവിടുത്തെ കണ്ടന്റ് മൊത്തത്തിൽ എടുത്തിട്ട് എങ്ങോട്ട് മൂവ് ചെയ്യിക്കും, ഇങ്ങോട്ട് മൂവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം. നെക്സ്റ്റ് ആണ് REN, അതായത് റീനെയിം ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ഫയലിന്റെ പേര് റീനെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് REN. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ REN എഴുതുക, എന്നിട്ട് ഏത് ഫയലിൻ്റെതാണോ സോഴ്സ് ഫയൽ നമുക്ക് റീനെയിം ചെയ്യേണ്ടത് ആ പേര് കൊടുക്കുക, എന്നിട്ട് ഏത് പുതിയ ഫയൽ നമുക്ക് റീനെയിം ചെയ്തിട്ട് ഏത് ഫയൽ പേരാണോ മാറ്റേണ്ടത് ആ പേര് ഇവിടെയും കൊടുക്കുക. അപ്പോൾ എന്താ, ഇപ്പോൾ ഈ റോസ് എന്നുള്ളതിന്റെ ഫയൽ നെയിം മാറിയിട്ട് ഈ കുൽബാൽ എന്നുള്ള പേരായിട്ട് മാറിയിട്ടുണ്ടാവും. അതാണ് REN. ഈ കമാൻഡുകൾ നിങ്ങൾ കാണാതെ പഠിക്കട്ടെ, REN. നെക്സ്റ്റ് ആണ് ഡിലീറ്റ് ഓർ എറൈസ്. ഡിലീറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എറൈസും യൂസ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിലീറ്റ്. ഇപ്പോൾ DEL സ്പേസ് ഇട്ടിട്ട് ഫയൽ നെയിം കൊടുക്കുക. അപ്പോൾ നമ്മൾ DEL lotus.txt എന്ന് പറഞ്ഞാൽ ലോട്ടസ് എന്ന് പറയുന്ന ആ ഫയൽ ഇവിടുന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. നെക്സ്റ്റ് ആണ് MD അല്ലെങ്കിൽ MKDIR, അത് മേക്ക് ഡയറക്ടറി. ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് MD, മേക്ക് ഡയറക്ടറി, അല്ലെങ്കിൽ MKDIR രണ്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ MD സ്പേസ് നമ്മുടെ ഫോൾഡറിന്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് MKDIR സ്പേസ് നമുക്ക് ഏതാണോ ഫോൾഡറിന്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്താവും, ഈ C എന്നുള്ള ഡ്രൈവിന്റെ അകത്ത് ഈ ഒരു പേരിൽ ഒരു പുതിയൊരു ഫോൾഡർ അവിടെ ഉണ്ടായിട്ടുണ്ടാവും. നെക്സ്റ്റ് ആണ് RD അല്ലെങ്കിൽ RMDIR, അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ഡയറക്ടറിനെ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. നമുക്കൊരു ഫോൾഡറിനെ ഡിലീറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ RD സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഏതാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ പേര് കൊടുക്കുക, ഫോൾഡറിന്റെ പേര് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് ആണ് CD. ഓക്കെ, അതായത് നമ്മൾ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറൊരു ഫയലിൻ്റെ ഉള്ളിലേക്ക് കയറണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ചേഞ്ച് ഡയറക്ടറി. അതായത് ഇപ്പോൾ ജസ്റ്റ് CD കൊടുക്കുക, നമ്മുടെ ഡയറക്ടറിൻ്റെ നെയിം കൊടുക്കുക, നമുക്ക് ഏത് ഡയറക്ടറിയിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ടറിൻ്റെ പേര് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ GUI വെച്ച് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, നിങ്ങൾ ആ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കുറേ ഡ്രൈവുകൾ ഉണ്ടാവും. ഇപ്പോൾ C ഡ്രൈവ്, D ഡ്രൈവ് കണ്ടിട്ടില്ലേ? അപ്പം ഇങ്ങനെ ഓരോ ഡ്രൈവുകൾ ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്താ മതി, ആ മൗസ് നേരെ ഇങ്ങോട്ട് പോയിട്ട് അതിന്മേൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ എന്താവും, GUI വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് CUIൻ്റെ കേസിൽ നമുക്ക് കമാൻഡ് എഴുതിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് CD ഡയറക്ടറി നെയിം. ഇപ്പോൾ ഞാനിപ്പോൾ Cയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അവിടെ Cയിലാണ് നിൽക്കുന്നത്. ആ ഡ്രൈവിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം, D ഡ്രൈവിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, CD പിന്നെന്ത് കൊടുക്കുക, ഡയറക്ടറിൻ്റെ പേര് കൊടുത്താൽ മതി. ഓക്കെ, ഇത് നമുക്ക് ലാബിൽ ഇനി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവട്ടാ. ഇവിടെ പറഞ്ഞു തരുന്നെങ്ങാടും നിങ്ങൾ അതാത് സെൻറ്റേഴ്സിലെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ടാവും. അതുപോലെ CD/help. CD/ എന്ന് പറഞ്ഞാൽ നമ്മളെ റൂട്ട് ഡയറക്ടറി ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ലാബിൽ ക്ലിയർ ആക്കുന്നുണ്ടാവും. അഥവാ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് കമാൻഡുകൾ നിങ്ങളിപ്പോൾ പഠിച്ചു വെക്കട്ടാ. ഓരോന്ന് എന്താണെന്നുള്ളത് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക, എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്.
അഥവാ തിയറിറ്റിക്കൽ കൺസെപ്റ്റിൽ എക്സാമിന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ലാബിൽ നിങ്ങൾക്ക് ഇത് ഓരോന്ന് വിശദമായിട്ട് പറഞ്ഞുതരും. എങ്ങനെ ഒരു ഡയറക്ടറി ഉണ്ടാക്കുക, ഫയൽ ഉണ്ടാക്കുക, അതിനെങ്ങനെ കോപ്പി ചെയ്യുക, റീനെയിം ചെയ്യുക, മൂവ് ചെയ്യുക, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ലാബിൽ അതാത് സെൻറ്ററുകളിൽ അവർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ഇത് ഈ പോർഷൻ മനസ്സിലായില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ലാബ് കിട്ടുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. ബാക്കിയുള്ള ക്ലിയർ അല്ലേ ഞാൻ ഇത്ര എടുത്ത പോർഷൻസ്? ക്ലിയർ ആണ് മാം. അല്ലേ? അപ്പം ഞാൻ നോട്ട് ഷെയർ ചെയ്യാം, നോട്ട് ചെയ്തെടുക്കട്ടാ. ഓക്കെ, ഇനി വേറെ ഡൗട്ട് എന്തെങ്കിലും ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം വൈൻഡ് അപ്പ് ചെയ്യട്ടാ. ഓക്കെ, താങ്ക് യു. മിസ്സേ ആ പറ. തിരൂര് ധന്യ പ്രിൻസിപ്പൽ. ഓക്കെ, അറ്റൻഡൻസ് ഇടട്ടാ. തിരൂര്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ പിന്നെ കയറിയവര്? പിന്നെ ലേറ്റ് ആയി കയറിയവർ ആരും ഇല്ലല്ലോ?